റഷ്യയുടെ പക്കൽ എത്ര ആണവായുധങ്ങളുണ്ട്? ആരാണവയെ നിയന്ത്രിക്കുന്നത്? ആണവ യുദ്ധത്തിന് റഷ്യ സാങ്കേതികമായി തയ്യാറാണെന്ന് അമേരിക്ക ഉക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാൽ ഈ നീക്കം യുദ്ധത്തിന്റെ ഗണ്യമായ വർധനവായി കണക്കാക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ ഇനി പറയുന്നത്. റഷ്യയുടെ പക്കൽ എത്ര ആണവായുധങ്ങളുണ്ട്? സോവിയറ്റ് യൂണിയന്റെ ആണവായുധങ്ങൾ പാരമ്പര്യമായി ലഭിച്ച റഷ്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ പോർമുനകളുടെ ശേഖരമുണ്ട്. അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ഫെഡറേഷന്റെ അഭിപ്രായത്തിൽ പുടിൻ 5580 ആണവ വാർഹെഡുകൾ നിയന്ത്രിക്കുന്നു. ഇതിൽ 1200 പേർ വിരമിച്ചവരാണെങ്കിലും വലിയ തോതിൽ കേടുകൂടാതെ ഇരിക്കുന്നവരാണ്. 4380 എണ്ണം ദീർഘദൂര സ്ട്രാറ്റജിക് ലോഞ്ചറുകൾക്കും ഹ്രസ്വദൂര തന്ത്രപരമായ ന്യൂക്ലിയർ ഫോഴ്സുകൾക്കും ഉപയോഗിക്കുന്നതിനായി സംഭരിച്ചിരിക്കുന്നുവെന്ന് FAS പറയുന്നു. സംഭരിച്ചിരിക്കുന്ന യുദ്ധമുഖങ്ങളിൽ 1710 തന്ത്രപ്രധാനമായ വാർഹെഡുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 870 കര അധിഷ്ഠിത ബാലിസ്റ്റിക് മിസൈലുകളും 640 അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളിലും 200 കനത്ത ബോംബർ ബേസുകളിലും ഉണ്ട്. അത്തരം സംഖ്യകൾ അർത്ഥമാക്കുന്നത് മോസ്കോയ്ക്ക് ലോകത്തെ പലതവണ നശിപ്പിക്കാൻ കഴിയും എന്നാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിൽ ഏകദേശം 40,000 ആണവ വാർഹെഡുകൾ ഉണ്ടായിരുന്നു. US കൊടുമുടി ഏകദേശം 30,000 ആയിരുന്നു. ഏത് സാഹചര്യത്തിലാണിവ ഉപയോഗിക്കേണ്ടത് എന്നിനി പറയാം. റഷ്യയുടെ പ്രസിദ്ധീകരിച്ച 2020 ന്യൂക്ലിയർ സിദ്ധാന്തം ഒരു റഷ്യൻ പ്രസിഡന്റ് ആണവായുധം ഉപയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നുണ്ട്. വിശാലമായി ആണവായുധം അല്ലെങ്കിൽ മറ്റു കൂട്ടനശീകരണ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തോടുള്ള പ്രതികരണമായി അല്ലെങ്കിൽ റഷ്യക്കെതിരായ പരമ്പരാഗത ആയുധങ്ങൾ എപ്പോൾ സംസ്ഥാനത്തിന് നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് തോന്നിയാലും ഇത് തൊടുക്കാം. അതിനിടെ ആണവ യുദ്ധത്തിന് റഷ്യ സാങ്കേതികമായി സജ്ജമാണെന്നും ഉക്രൈനിലേക്ക് US സൈന്യത്തെ അയച്ചാൽ അത് അതിക്രമമായി കണക്കാക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. റഷ്യയുടെ പരമാധികാരത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഭീഷണി ഉണ്ടെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാണെന്നും പുടിൻ ബുധനാഴ്ച പറഞ്ഞു. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനിൽ എപ്പോഴെങ്കിലും ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നാണ് പുടിൻ പ്രതികരിച്ചത്. ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടു. റഷ്യക്കെതിരെ അടുത്തിടെ ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചത് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ദ്വിദിന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും പുടിൻ ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ ഉക്രൈൻ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യൻ അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു. 6 മേഖലകളിലായി 58 ഡ്രോണുകൾ വ്യോമ പ്രതിരോധം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡ്രോണുകളിൽ ഒന്ന് റിയാസാൻ മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇടിച്ചു. കുറഞ്ഞത് 2 പേർക്ക് പരിക്കേൽക്കുകയും തീ പടരുകയും ചെയ്തു. സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപമുള്ള റിഫൈനറിക്ക് സമീപത്തെത്തിയപ്പോഴാണ് മറ്റൊന്ന് തകർന്നത്. അതിനിടെ റഷ്യയിൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. രാജ്യത്തെ 7ാമത്തെ വലിയ റിഫൈനറിയായ റോസ്നെസ് റിയാസിന് നേരെയുണ്ടായതാണ് ഏറ്റവും ഒടുവിലത്തേത്. കഴിഞ്ഞ ദിവസം 2ാമത്തെ വലിയ റിഫൈനറിയായ ലൂക്കോയൽസ് കമ്പനിയുടെ നോർസിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ തീപിടുത്തവും ഉണ്ടായിരുന്നു. അമേരിക്കൻ ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ആണവ ബഹിരാകാശ അധിഷ്ഠിത ആയുധം റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ബ്രീഫിംഗുകളിൽ വളരെ കുറച്ച് വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് റഷ്യ പങ്കുവച്ചത്. അതിനാൽ തന്നെ ഏത് തരത്തിലുള്ള ആയുധമാണ് റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തവുമല്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.